ഗൈസ് സമയം 6:45. ഞങ്ങളവിടെ ഇരിയാലതെ അറ്റത്ത് ഇരിപ്പാല കുറച്ച് നേരം ഉറങ്ങിയെന്നൊന്നും പറയാൻ പറ്റില്ല. ഇങ്ങനെ ചാരി ഇരുന്ന് ഇനിയിപ്പോൾ നമ്മുടെ എമിഗ്രേഷൻ്റെ സമയമായിട്ടുണ്ട്. അങ്ങോട്ട് നടക്കണേണ്. 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. നമ്മളൊരു കോഫിയ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് ഇവിടെ കയറിയിട്ടുണ്ട്. വല്ലാത്തൊരു ദിവസമായി പോയി. പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു അര ദിവസമാണ് നമ്മുടെ പോയത്. ഉറങ്ങാനേ പറ്റണ്ടായിരുന്നില്ല. ഒരു കസേരയിൽ എങ്ങനെ സെറ്റ് പോലെ മണിക്കൂറുകളോളം അവിടെ ഇരുന്നു. ഫ്ലൈറ്റ് ഡിലേ ആയതുകൊണ്ട് അവർ ഫുഡ് എന്ത് വേണമെങ്കിലും കഴിച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ മേളിൽ ഇപ്പോൾ നമ്മളൊരു ഫുഡ് കോർട്ട് പോലത്തെ ഒരു ഏരിയയിലേക്കാണ് വന്നേക്കണം. അപ്പോൾ അവിടെ നിന്ന് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ടൈം ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ഏകദേശം 7 മണി ആവണം. അതുകൊണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് എമിഗ്രേഷൻ്റെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഫ്രീ ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് അവർ നമുക്ക് തന്നത്. അത് 3 പേർക്കാണ് കേട്ടോ തന്നെ. അപ്പോൾ ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാമായിരുന്നു. അപ്പോൾ അതൊരു ഫുഡ് കോർട്ട് ആയതുകൊണ്ട് ഇഷ്ടമാതിരി ഉണ്ടല്ലോ റെസ്റ്റോറൻറ്റുകൾ. അതിൽ ഇന്ത്യൻ ഫുഡുകൾ കിട്ടുന്ന റെസ്റ്റോറൻറ്റുകളും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സമയമായതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതേ ഫസ്റ്റ് തന്നെ ഫ്രൈഡ് റൈസും പിന്നെ ഒരു റോളാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അപ്പോൾ പിള്ളേർക്ക് അത് മതി എന്ന് പറഞ്ഞ് പിന്നെ അതിന് ശേഷം പിന്നെ നമ്മൾ ദോശയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി ദോശയായിരുന്നേ. നല്ല നെയ്യിൻ്റെയൊക്കെ മണമൊക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നെ ചായയും ഓർഡർ ചെയ്ത്. അപ്പോൾ ഈ ദോശയുടെ കൂടെ അതേ നല്ല സാമ്പാറും ചട്നിയും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ നമ്മൾ കഴിച്ചു. അപ്പോൾ നമ്മളെ പോലെ തന്നെ നമ്മുടെ ഫ്ലൈറ്റിന് വരുന്ന എല്ലാവരും അവിടെ ഇരുന്ന് ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ എമിഗ്രേഷൻ്റെ അങ്ങോട്ട് പോവുകയാണ്. ഇത് കണ്ടില്ലേ, US പ്രീ ക്ലിയറൻസ് എന്നും പറഞ്ഞ ഒരു ഏരിയ ഉണ്ട്. കുറേ ഉണ്ടിട്ട് നടക്കാനായിട്ട്. അപ്പം നമ്മൾ ബഗ്ഗിക്ക് പോകാമെന്ന് വിചാരിച്ചു. കാരണം വെച്ചാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് നേരം ക്യൂ നിൽക്കേണ്ടതായിട്ട് വരും. അപ്പോൾ എത്രയും പെട്ടെന്ന് അവിടെ എത്തുകയാണെങ്കിൽ അത്രയും നല്ലതല്ലേ. അപ്പം നമ്മളങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല തിരക്കായിരുന്നു കേട്ടോ ആ ഒരു ഭാഗത്ത്. അങ്ങനെ അതേ നമ്മുടെ എമിഗ്രേഷനും പരിപാടികളൊക്കെ കഴിഞ്ഞു. ദൂരം നേരം ക്യൂ നിൽക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ ഓരോരുത്തരെ വിശദമായിട്ടാണ് അവർ ചോദ്യം ചെയ്യണത്. നമ്മളിപ്പോൾ അതേ കടന്നിട്ടുണ്ട്. ഈ എമിഗ്രേഷൻ എന്ന് പറയുന്നത് വല്ലാത്തൊരു കടമ്പ തന്നെയാണ്. ഒരുപാട് സ്റ്റെപ്പുകൾ ഉണ്ടായിരുന്നു. ഒരുപാട് നേരം ക്യൂ നിൽക്കേണ്ടതായിട്ട് വന്ന്. ഫസ്റ്റ് തന്നെ ഫുഡിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളായിരുന്നേ. നമ്മുടെ US പോണതിന് എല്ലാ ഫുഡുകളൊന്നും കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിൻ്റേതായ ഒരു ചെക്കിംഗ് ആണ് ഫസ്റ്റ് ഉണ്ടായിരുന്നത്. അതിന് ശേഷം പിന്നെ നമ്മുടെ ജോലിനെ കുറിച്ചും താമസം കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദ്യങ്ങളുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ബാഗിൽ എന്തൊക്കെ ഐറ്റംസുകൾ ഉണ്ടായി, അങ്ങനെ മൊത്തത്തിലൊരു പരിശോധനയൊക്കെ നടത്തിയതിന് ശേഷമാണ് നമ്മളിതേ ഇപ്പുറത്തേക്ക് കടന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതേ നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് മാത്രമല്ല കേട്ടോ, ന്യൂയോർക്കിലേക്ക് 2 ഫ്ലൈറ്റുകളാണ് ഈ ഒരു ടൈമിൽ പോകാനുള്ളത്. ഈ മുമ്പിൽ ആ വെള്ള ടീഷർട്ട് നിൽക്കുന്ന ആളെ കണ്ടോ? അത് ആരാന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അമേരിക്കൻ വീഡിയോസൊക്കെ ചെയ്യണ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു യൂട്യൂബറാണ്. ഷിനോത്ത് മാത്യു എന്നാണ് പേര്. അപ്പോൾ ആളവിടെ നിൽപ്പുണ്ടായി. നമ്മുടെ ഫ്ലൈറ്റിന് തന്നെയാണ് കേട്ടോ ആളും ന്യൂയോർക്കിലേക്ക് വരുന്നത്. അപ്പോൾ ഈ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് പോയി പരിചയപ്പെടാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ സ്ഥിരമായിട്ട് കാണുന്നൊരു വീഡിയോയാണ്. നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടോ? കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതേ നമ്മളങ്ങനെ ഫ്ലൈറ്റിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എത്തിഹാദിൻ്റെ ഫ്ലൈറ്റിന് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ 15 മണിക്കൂർ നമ്മൾ യാത്ര ചെയ്യേണ്ട ഫ്ലൈറ്റാണിത്. അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ഈ ഒരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാനായിട്ട്. അതേ പതിവ് പോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഓരോ ഹെഡ്സെറ്റും പില്ലോ ബെഡ്ഷീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു പൗച്ചും തന്നിട്ടുണ്ടായിരുന്നു. പൗച്ചെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നമ്മളിപ്പോൾ ഫ്ലൈറ്റിൽ കയറുമ്പോൾ ഈ ചെവിയിൽ വെക്കണതും പിന്നെ കണ്ണിൽ വെക്കണം അങ്ങനത്തെ കുറേ അൽക്കുലത്തെ സാധനങ്ങളൊക്കെയാണ് കേട്ടോ ആ ഒരു പൗച്ചിലുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ സ്ഥിരം നമുക്ക് കിട്ടണം. നമ്മൾ പോയപ്പോഴും ഒക്കെ കിട്ടിയതുകൊണ്ട് തന്നെ വലിയ പുതുമയൊന്നുമില്ല. എങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചതാണ്. ഓരോ ഫ്ലൈറ്റിലും കയറുമ്പോൾ അതിലെന്തൊക്കെയാണ് കിട്ടണതെന്ന് നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കണമല്ലോ, അതുകൊണ്ട് കാണിച്ചെന്നുള്ളൂ. പിള്ളേർ ഇതേ ഹെഡ്സെറ്റൊക്കെ ഓരോരുത്തർ കയ്യിലും തലയിലൊക്കെ വെച്ചിട്ടുണ്ട്. TV ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് സിനിമകളും കാർട്ടൂണുകളും ഗെയിംസും ഒക്കെ കളിക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിള്ളേർക്ക് വലിയ ബോറിങ്ങും കാര്യങ്ങളൊന്നുമില്ല ഈ ഒരു ഫ്ലൈറ്റ് യാത്രയെന്ന് പറഞ്ഞാൽ.
പക്ഷേ അബുദാബി വരെയുള്ള യാത്ര ഭയങ്കര ബോറിംഗ് ആയിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ, പ്രത്യേകിച്ചൊന്നുമില്ല ചെയ്യാൻ. പക്ഷേ അതേപോലെ അല്ലല്ലോ ഈ ഒരു ഫ്ലൈറ്റ് യാത്ര. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതേ പാത്തുവിന് വീണ്ടും ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഒരു റെഡ് ബാഗിലാണ്. അപ്പോൾ അതിലായിട്ട് നമ്മൾ നേരത്തെ ഫ്ലൈറ്റ് കിട്ടിയ പോലെ തന്നെ ഒരു ബുക്കും അതിനോട് ചേർന്ന് തന്നെ ഒരു കളർ പെൻസിലൊക്കെ ഉണ്ട്. പിന്നെ കുഞ്ഞൊരു ഷാള് പോലത്തെ ഒരു സാധനവും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും പിള്ളേർ ഹാപ്പിയാണ്. ഈ ഒരു 15 മണിക്കൂറിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ അവർക്കും എന്തെങ്കിലുമൊക്കെ പണികളൊക്കെ ചെയ്തിരിക്കാമല്ലോ. ഒരു കുഞ്ഞു പിള്ളേരുടെ ഉദ്ദേശമാണ്. എന്തായാലും പാത്തുവിനും കിട്ടിയിട്ടുണ്ട് ഇങ്ങനത്തെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ. അങ്ങനെ അബുദാബിയിൽ നിന്നും ന്യൂയോർക്കിലേക്കുള്ള ഫ്ലൈറ്റ് ഇതേ പൊങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ രാവിലെ ഒരു 10 മണിക്ക് തന്നെയാണ് കേട്ടോ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ താഴേക്ക് നോക്കുമ്പോൾ നല്ല ഭംഗിയാണല്ലേ, കുറേ മരുഭൂമികളും അതിൻ്റെ ഇടയിൽ പച്ചപ്പും ഒക്കെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചങ്ങോട്ട് നീങ്ങി കഴിഞ്ഞപ്പോൾ ഇതേ വെള്ളമൊക്കെ ആണോ കാണുന്നത്, ഫുള്ള് കടലുകളും കാര്യങ്ങളൊക്കെ. അങ്ങനെ താഴേക്ക് നോക്കുമ്പോൾ നീല കളറിലല്ലേ കാണാൻ, നല്ല രസമുണ്ടല്ലേ കാണാൻ. ഒരു അടിപൊളി വ്യൂ അല്ലേ, ഇങ്ങനെ പടം വരച്ച് വെച്ചേക്കണ മാതിരി നമുക്ക് തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്ക് സ്ക്രീനിലും കാണാൻ സാധിക്കുക. ഈ ഫ്ലൈറ്റിൻ്റെ താഴെ ഒരു ക്യാമറയുണ്ട്. അപ്പോൾ അതിലൂടെ ഉള്ള വ്യൂവും നമുക്ക് നമ്മുടെ ടി വിയിലും കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ടി വിയിൽ നോക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു വ്യൂവിൽ നോക്കുമ്പോൾ എന്താ കണ്ടാൽ നമ്മൾ വെള്ളത്തിൻ്റെ മുകളിൽ കൂടിയാണ് നമ്മുടെ ഫ്ലൈറ്റ് ഇപ്പോൾ പോണത്. എന്തോരം ദൂരെയാണെന്ന് അറിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ന്യൂയോർക്ക് കിടക്കുന്നത്. ഞാൻ കഴിഞ്ഞ തവണത്തെ ഒരു വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരു ഭൂമിയുടെ ഒരറ്റം തുടങ്ങി ഒരറ്റം വരെ നമുക്ക് യാത്ര ചെയ്യാനുണ്ട്. അങ്ങനെയൊക്കെ കണ്ടിരുന്നതേ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഫസ്റ്റത്തെ ഫുഡ് ഇവിടെ എത്തിയിരിക്കുകയാണ്. ഒരുപാട് ദൂരം ഇപ്പോൾ ഇങ്ങനെ പോകുന്നുട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പാസ്തയാണ് കേട്ടോ, ചിക്കൻ പാസ്തയാണ് നമുക്ക് തന്നേക്കണത്. ചിക്കൻ എന്ന് പറഞ്ഞാൽ വലിയ പീസ് ചിക്കനാണ്, നമ്മുടെ ഈ സ്റ്റീക്കൊക്കെ പോലെയില്ലേ അതേപോലത്തെ ചിക്കനാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ചൂടും. അല്ലെങ്കിൽ ഈ എത്തികാത് ഫ്ലൈറ്റിൽ ഞാൻ അങ്ങോട്ട് പോയപ്പോഴും ഒക്കെ കഴിച്ച ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. നല്ല ചൂടോടുകൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്ലേവറൊക്കെ തന്നെയായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ അതേ ഒരു പുഡിങ്ങാണ്, ഇങ്ങനെ ബദാമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവരുടെ ഒരു സ്പെഷ്യലാണ് ഈ ഒരു കടല ഒരു സാലഡ് എന്ന് പറയണത്. മിക്ക തവണയും ഇതിൻ്റെ കൂടെ ഉണ്ടാവാറുണ്ട് ഇങ്ങനത്തെ ഒരു കടല സാലഡ്. പിന്നെ അതിന് ശേഷം എന്തേ ഡ്രിങ്ക്സുകളൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഡ്രിങ്ക്സുകൾ സെലക്ട് ചെയ്യാം. ജ്യൂസുകളുണ്ട്, കോക്ക് ഉണ്ട്. ഞാൻ ആദ്യം തന്നെ കോക്കാണ് കേട്ടോ സെലക്ട് ചെയ്തത്. ഇത് കണ്ടില്ലേ. അത് കഴിഞ്ഞ് പിള്ളേർക്ക് ഇതേ ജ്യൂസ്, മാംഗോ ജ്യൂസ് മതിയെന്ന് പറഞ്ഞ് പിള്ളേർ അതാണ് വാങ്ങിയ. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ദേ ഒരു ചായയും കൂടി വാങ്ങി, നല്ല ചൂട് ചായ, അതും കട്ടൻ ചായ. യാത്രക്കിടയിൽ ഈ കട്ടൻ ചായയൊക്കെ കുടിക്കുമ്പോൾ നല്ല രസമാണല്ലോ അല്ലേ. അങ്ങനെ അതൊക്കെ കുടിച്ച് നമ്മുടെ യാത്ര ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. മണിക്കൂറുകൾ ഇങ്ങനെ കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ ഉറക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ അതിൻ്റെ ഇടയിൽ ഒരു സിനിമയൊക്കെ കണ്ടായിരുന്നേ. ഇതിൽ ഒരുപാട് സിനിമകളൊക്കെ ഉണ്ട് കേട്ടോ, തമിഴും മലയാളവും എല്ലാ ഭാഷയിലുള്ള സിനിമകളും ഉണ്ട്. ഞാനപ്പോൾ ഒരു തമിഴ് പടമൊക്കെ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതെ, നമ്മുടെ ഫ്ലൈറ്റ് കണ്ടില്ലേ, കുറേ ഇങ്ങനെ മുന്നോട്ട് പോയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കുറേ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞു. പാത്തു നല്ല ഉറക്കത്തിലാണ്. ഞാനപ്പോൾ ഒന്ന് ഫ്രഷ് ആവാമെന്ന് വിചാരിച്ച്. അപ്പോൾ നിങ്ങൾക്ക് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരണ്ടേ. പ്രത്യേകിച്ച് അങ്ങനെ കാണിക്കാനൊന്നുമില്ല, ഭയങ്കര ഒരു ഇടുങ്ങിയ ടോയ്ലറ്റാണ്, വീഡിയോ എടുക്കാനൊന്നും പറ്റാത്ത സൗകര്യമാണെങ്കിലും ജസ്റ്റ് നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ച്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞൊന്ന് ഫ്രഷായി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേനും എന്തേ അടുത്ത ഫുഡൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ ഫുഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ്, അപ്പോൾ ഫുഡ് തന്നെയാണോ ഇതന്നെയാണോ പണിയെന്ന്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. നമ്മളൊരു 14-15 മണിക്കൂർ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ 3 നേരത്തെ ഫുഡ് എന്തായാലും അവർ തരും. ഒരു ബ്രേക്ക്ഫാസ്റ്റ്, ഒരു ലഞ്ച്, ഒരു ഡിന്നർ അങ്ങനെ. അപ്പോൾ അത് അവർ ഏതൊക്കെ സമയത്താണ് തന്നെയെന്നൊന്നും ഒരു പിടുത്തമൊന്നുമില്ല, എന്തായാലും അവർ തരും, നമ്മൾ കഴിക്കും, അത്ര തന്നെ. അപ്പോൾ അതേ ഇതിൻ്റെ കൂടെയും ആദ്യം തന്നെ ഒരു പുഡിങ്ങാണുള്ളത്. പിന്നെ അതേ ഇതിൻ്റെ ഈ വെള്ളമുണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. ഈ ഒരു ഗ്ലാസ്സിലെ കൊള്ളണ വെള്ളമാണ് അവർ തന്നിട്ടുണ്ടായിരുന്നു, നല്ല രസമുണ്ടല്ലേ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ പുഡിങ് എന്ന് പറഞ്ഞാൽ എന്ത് പുഡിങ്ങാണെന്നൊന്നും എനിക്കറിയില്ല, എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. പിന്നെ ഒരു സാൻഡ്വിച്ചും ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, കുറ്റം പറയാനൊന്നും പറ്റൂല, അടിപൊളിയായിരുന്നു.
എന്തായാലും പാത്തു അധികം ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഫ്ലൈറ്റ് യാത്രയിൽ. അവൾക്ക് ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊന്നും അങ്ങനെ പിടിക്കണമൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ്. നല്ല രസമുണ്ടായിരുന്നു. ചൂടും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ കഴിക്കാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. പിന്നെ മാത്രമല്ല ഫ്ലൈറ്റിലാവുമ്പോൾ ഇത്തിരി വിശപ്പും കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കിട്ടിയാൽ നമ്മൾ അങ്ങോട്ട് കഴിച്ചു പോവുകയും ചെയ്യുമല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതേ പിള്ളേർ അവിടെ സിനിമയും ഗെയിമും ഒക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ പിള്ളേർ ഉറങ്ങുന്നുണ്ട്, ഇങ്ങനെ മുറക്ക് നടക്കുന്നുണ്ട്. പിന്നെ നമുക്ക് മാത്രമല്ല കേട്ടോ, ഈ ഒരു ഫ്ലൈറ്റ് യാത്ര എന്ന് പറഞ്ഞാൽ നമുക്ക് ഇടയ്ക്കൊന്ന് റിലാക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് ബാക്കിലൊക്കെ ഒന്ന് പോയി ഒന്ന് നിൽക്കുകയും നടക്കുകയൊക്കെ ഒന്ന് ചെയ്യാം. അപ്പോൾ വേണമെങ്കിൽ കോഫിയൊക്കെ നമുക്ക് തരും. ഇത് കണ്ടില്ലേ, അങ്ങനെ പോയപ്പോൾ എടുത്തതാണ് ഞാൻ. ചായ ഉണ്ടോ, കട്ടൻ ചായ, അങ്ങനെ അതൊക്കെ കുടിച്ചു. പിന്നെ എന്തെങ്കിലും സ്നാക്സും കാര്യങ്ങളും ഉണ്ടാവും കേട്ടോ, അതും വേണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് കിട്ടും. പിന്നെ അതേ പിള്ളേർക്ക് ബിസ്ക്കറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓറിയോ ബിസ്ക്കറ്റാണ് കേട്ടോ. പിന്നെ കിക്കാറ്റ് ഉണ്ടായിരുന്നു, ഈന്തപ്പഴം, അതൊക്കെ അവിടെ ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇടയ്ക്കൊക്കെ പോയി അതൊക്കെ ഇങ്ങനെ കഴിച്ച് കുടിക്കുകയൊക്കെ ചെയ്ത് ഒന്ന് നടുനിവർത്താനുള്ള ഒരു ഇതൊക്കെ ഉണ്ട്. പിന്നെ മാത്രമല്ല നമുക്ക് അടിപൊളി സീറ്റാണ് കേട്ടോ. നമുക്ക് ചാരി കിടന്ന് പുതച്ചു മൂടി കിടന്ന് ഉറങ്ങാനൊക്കെ പറ്റും, വലിയ പ്രശ്നമൊന്നുമില്ല. മറ്റേ ഫ്ലൈറ്റ് പോലെ അല്ലല്ലോ ഇത്, ഇത്തിരി ഒരു ഈസി ആയിട്ടുള്ള ഒരു ഇരിപ്പും കിടപ്പൊക്കെയാണ്. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഈ ഒരു യാത്രയിൽ. എന്താ പറയുക, ഉറങ്ങുക, ഇരിക്കുക, ടി വി കാണുക, ഫുഡ് കഴിക്കുക, ഇതൊക്കെ തന്നെയാണ് ഈ ഒരു 10, 14, 15 മണിക്കൂർ യാത്രയിൽ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ഇതേ നമ്മുടെ അടുത്ത ഫുഡും വന്നിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ പുഡിങ് ഉണ്ടായിരുന്നു, പിന്നെ അതേ കടല സാലഡ് ഉണ്ടായിരുന്നു, ബണ്ണ്, ബട്ടർ, പിന്നെ അതുപോലെ തന്നെ ഒരു ചട്നി ഉണ്ടായിരുന്നു. അപ്പോൾ മെയിനായിട്ടുള്ള ഫുഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കബാബ് വിത്ത് റൈസായിരുന്നേ, ചിക്കൻ കബാബായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, നല്ല ചൂടുണ്ടായിരുന്നു. പിന്നെ ഒരു മിനറൽ വാട്ടർ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഡ്രിങ്ക്സും നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഓരോ ഫുഡിൻ്റെ കൂടെ നമുക്ക് ഡ്രിങ്ക്സുകൾ നമുക്കിങ്ങനെ വരും കേട്ടോ, നമുക്ക് സെലക്ട് ചെയ്ത് നമുക്ക് വാങ്ങിക്കാം. അങ്ങനെ നമ്മൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു പുറത്തേക്ക് നോക്കിയപ്പോഴത്തേനും എന്തേ പതുക്കെ ഇങ്ങനെ ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുൾ ടൈം ഷട്ടറൊക്കെ ഇങ്ങനെ ഇട്ടേക്കായിരുന്നേ, അതുകൊണ്ട് തന്നെ ഫ്ലൈറ്റിൻ്റെ അകമൊക്കെ ഫുൾ ഇരുട്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ന്യൂയോർക്ക് എത്താനായിട്ട് ഏകദേശം 1 മണിക്കൂർ എന്തോ ഉള്ളൂ. അപ്പോൾ അത് കാരണം പതുക്കെ എല്ലാവരും ഷട്ടറുകളൊക്കെ പൊക്കിയതുകൊണ്ട് തന്നെ ലൈറ്റൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങി. അത് കണ്ടില്ലേ, നല്ലൊരു വെളിച്ചം. ഇത്രയും നേരം ഫുൾ ഇരുട്ടായിരുന്നു. നേരത്തെ വീഡിയോയിലൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇങ്ങനെ ഇരുട്ടായി കണ്ടുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ മാപ്പിലേക്ക് നോക്കുമ്പോൾ അത് കണ്ടില്ലേ, ഏകദേശം ഒരു 1 മണിക്കൂറുള്ളൂ ഇനിയിപ്പോൾ അവിടെ എത്താൻ വേണ്ടിയിട്ട്. പതുക്കെ പതുക്കെ കാഴ്ചകളൊക്കെ കാണാൻ തുടങ്ങി കേട്ടോ. നല്ല രസമല്ലേ കാണാനായിട്ട്. അങ്ങനെ നമ്മൾ വീണ്ടും ന്യൂയോർക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഈ പുറത്തേക്ക് നോക്കുമ്പോഴത്തേനും ഇനിയിപ്പോൾ പതുക്കെ ഫ്ലൈറ്റ് ഇങ്ങനെ താഴാ പോണ ലക്ഷണങ്ങളാണ് കാണുന്നത്. കണ്ടില്ലേ, മേഘങ്ങൾക്കിടയിലൂടെ നമ്മളങ്ങനെ താഴേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഭാഗം നല്ല രസമുണ്ട് കാണാൻ. ഇങ്ങനെ ഈ ഒരു മേഘങ്ങളൊക്കെ ഇങ്ങനെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഫ്ലൈറ്റ് പോണത് കാണാൻ തന്നെ നല്ല രസമാണ്. നല്ലൊരു അടിപൊളി വ്യൂ അല്ലേ. അങ്ങനെ ദേ ന്യൂയോർക്കിലെ കാഴ്ചകളൊക്കെ കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. താഴേക്ക് നോക്കുമ്പോൾ ആ കാണുന്ന കുനുകുനാന്ന് കാണില്ല, അതെല്ലാം വീടുകളാണ്. നമ്മൾ ഇതിനു മുമ്പ് വന്നിട്ടുള്ള സ്ഥലമാണെങ്കിൽ പോലും ഇത് കാണുമ്പോൾ നല്ലൊരു എന്താ പറയുക, നല്ലൊരു സന്തോഷം തോന്നും കേട്ടോ. ഒരു പ്രത്യേകിച്ച് ഒരു ആകാംക്ഷയൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. നമ്മൾ കുറേ ഒരു 1.5 മാസത്തിന് ശേഷം നമ്മൾ വന്നേലേ, വീണ്ടും ആ കാഴ്ചകളിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു വരേണ്ടല്ലോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഒരു സന്തോഷമൊക്കെ തന്നെയാണ്. എന്തായാലും നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. കുറേ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു ഈ ഒരു വീടുകളും ഈ ഒരു മരങ്ങളും ഈ ഒരു വഴികളും ഒക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ ഫ്ലൈറ്റിൻ്റെ ഉള്ള ആ ക്യാമറ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ടി വിയിൽ നമുക്കൊരു വ്യൂ കാണാം കേട്ടോ. അത് കണ്ടില്ലേ, നമ്മുടെ ഫ്ലൈറ്റ് പോണേൻ്റെ ആ താഴ്ഭാഗം കണ്ടോ, നല്ല രസമുണ്ടല്ലോ കാണാൻ. ഫുള്ള് ഇങ്ങനെ പച്ചപ്പൊക്കെ ആയിട്ട്. അടിപൊളി ലാൻഡിങ് ആയിരുന്നേ. ഫ്ലൈറ്റ് ഇങ്ങനെ താഴ്ന്നത് അറിഞ്ഞു പോലും ഇല്ലായിരുന്നു, അത്രയ്ക്ക് സ്മൂത്തായിട്ടാണ് ആ ഫ്ലൈറ്റ് താഴ്ത്തിയിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ എല്ലാവരും എന്തേ പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഇവിടെ പ്രത്യേകിച്ച് എമിഗ്രേഷൻ ഒന്നും ഇല്ലല്ലോ, എല്ലാം അബുദാബിയിൽ വെച്ച് കഴിഞ്ഞുകൊണ്ട് നമുക്കിനി ആകെ ബാഗ് കളക്ട് ചെയ്യുക, പുറത്തേക്ക് ഇറങ്ങാൻ അത്രേ ഉള്ളൂ കാര്യങ്ങൾ. ഈ എത്തിഹാദ് ഫ്ലൈറ്റിന് വന്നുകൊണ്ടാണ് നമുക്ക് അബുദാബിയിൽ വെച്ച് എമിഗ്രേഷനൊക്കെ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ തവണ നമ്മൾ ഖത്തർ എയർവേസിന് വന്നപ്പോൾ നമ്മുടെ എമിഗ്രേഷനൊക്കെ ഇവിടെ US വന്നതിന് ശേഷമായിരുന്നു. അപ്പോൾ ആ സമയമൊക്കെ നമുക്ക് കുറച്ച് നേരം ഒരു കടമ്പയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു ടൈമായിട്ടുണ്ടായിരുന്നു. ബാഗ് കളക്ട് ചെയ്യാനോടത്ത് നോക്കിയാൽ എന്തൊരു തിരക്കാണെന്ന് അറിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ ചുറ്റും കൂടി നിൽക്കുകയാണ്.
അപ്പോൾ നമുക്ക് ബാഗ് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാനായിട്ട് നല്ലൊരു പാടാണ് കേട്ടോ. ഓരോരുത്തർ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അങ്ങനെ നമ്മുടെ എല്ലാ ബാഗുകളും കിട്ടിയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ലാതെ. ഇനിയിപ്പോൾ നമുക്ക് ട്രോളി ഒപ്പിക്കണം. നമ്മുടെ കൊച്ചി എയർപോർട്ട് പോലെയൊന്നും അല്ല കേട്ടോ. ഇവിടെ ട്രോളി വേണമെങ്കിൽ നമ്മൾ ഇത്ര ഡോളർ കൊടുത്തിട്ട് നമ്മൾ മേടിക്കണം. അങ്ങനെയാണ് ഇവിടുത്തെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് അവിടെ കൗണ്ടർ ഉണ്ട്, അവിടെ പോയി നമ്മൾ ട്രോളി വാങ്ങിക്കുക. അങ്ങനെ ഓരോരോ പ്രൊസീജിയർ. നമുക്കിനി അപ്പാർട്ട്മെൻറ്റിലേക്ക് പോകാനുള്ള വണ്ടിയൊക്കെ നമ്മൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഏജൻസി വഴിയാണ് കേട്ടോ നമ്മൾ ബുക്ക് ചെയ്തേക്കണത്. അതെന്ന് പറഞ്ഞാൽ ആ സെയിം ഏജൻസി തന്നെയാണ് നമുക്ക് നാട്ടിലേക്ക് പോകാനുള്ള സമയത്തും എയർപോർട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഓൺലൈനായിട്ട് തന്നെ നമ്മൾ നാട്ടിൽ വെച്ച് തന്നെ നേരത്തെ ബുക്ക് ചെയ്തൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ നമ്മുടെ വണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് വന്നിട്ടുണ്ടായിരുന്നത്. അന്ന് നമ്മൾ എയർപോർട്ടിൽ എത്തിച്ച അതേ സെയിം ഡ്രൈവർ തന്നെയാണ് ഇന്നും വന്നേക്കണത്. ആളൊരു ശ്രീലങ്കക്കാരനാണ്. നമ്മളായിട്ട് കുറേ നേരം അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് അന്ന് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്ന ആൾ. ഇനിയിപ്പോൾ നമ്മൾ നേരെ ന്യൂജേഴ്സിയിലേക്കാണ് പോണത്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 2 മണിക്കൂറിലും മീതെ ഉണ്ട് ന്യൂജേഴ്സിയിലേക്കുള്ള യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ ഇപ്പോൾ ചൊവ്വാഴ്ച വൈകിട്ടായിട്ടുണ്ട് കേട്ടോ സമയം. അതായത് നമ്മുടെ നാട്ടിൽ ഒരു ബുധനാഴ്ച രാവിലെയാണ്. അപ്പോൾ നാട്ടിലെ സമയത്തിൽ നിന്നും അര ദിവസം ബാക്കിലാണ് ഇവിടെ അമേരിക്കയിലെ സമയം എന്ന് പറഞ്ഞാൽ. അമേരിക്കയിലെ എല്ലാ സ്ഥലത്തും ഒരേ സമയമൊന്നും അല്ല കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ ന്യൂയോർക്കിലെയും ന്യൂജേഴ്സിയിലെയൊക്കെ സമയങ്ങളാണ് ഞാനിപ്പോൾ പറയണത്. പോകുന്ന വഴിയിലെ കാഴ്ചകളൊന്നും ഞാൻ കൂടുതലായിട്ടൊന്നും കാണിക്കണില്ല. കാരണം എന്ന് വെച്ചാൽ ഇതൊക്കെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിക്കാനുള്ളതല്ലേ. ഈ കാണുന്ന വഴികളും ഒക്കെ ഇനിയുള്ള വീഡിയോകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. നാട്ടിലെ സമയം വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മളവിടെ നിന്ന് തിങ്കളാഴ്ച ഒരു വൈകിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒരു ബുധനാഴ്ച രാവിലെയാണ് നമ്മളിപ്പോൾ എത്തണത്. അപ്പോൾ ഇവിടുത്തെ സമയം വെച്ച് നോക്കുമ്പോൾ നമ്മൾ ചൊവ്വാഴ്ച വൈകിട്ട് എത്തിയിട്ടുണ്ട്. എന്തായാലേ ഓരോരോ നാട്ടിലെയും ആ സമയത്തിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയണത്. നമ്മളിപ്പോൾ അതേ ന്യൂജേഴ്സിനെ ന്യൂയോർക്കിനെ ബന്ധിപ്പിക്കുന്ന പാലത്തിൻ്റെ മേളിൽ കൂടിയാണ് പോകുന്നത്. ന്യൂജേഴ്സിയൊക്കെ എത്തിയപ്പോഴത്തേനും എന്തേ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പണ്ടത്തെ വീഡിയോകളൊക്കെ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം. നമ്മുടെ അപ്പാർട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ ഞാനെല്ലാം വിശദമായിട്ട് കാണിച്ചിട്ടുണ്ട്. പുതിയതായിട്ട് വന്നിട്ടുള്ള ആളുകൾക്കൊക്കെ ഇത് കാണുമ്പോൾ ആകെ ഒരു കൺഫ്യൂഷൻ ആയിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ഉള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് ഇനിയുള്ള വീഡിയോകളിലൊക്കെ ഞാൻ കാണിച്ചു തരാം ഇതൊക്കെ എന്താണ് സംഭവം എന്നൊക്കെ. പിന്നെ അതുപോലെ തന്നെ പഴയതും പുതിയതുമായിട്ടുള്ള അമേരിക്കയിലെ വീഡിയോസുകളൊക്കെ നമുക്കിനി വരുന്ന വീഡിയോകളിലായിട്ട് കാണാം. അപ്പോൾ അതേ നമ്മളങ്ങനെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇവിടെ അങ്ങനെ മാറ്റങ്ങളെന്ന് പറയാനായിട്ട് ഇവിടെ വീണ്ടും പുതിയ പുതിയ അപ്പാർട്ട്മെൻറ്റുകൾ നമ്മുടെ ഈ ഒരു കോമ്പൗണ്ടിൻ്റെ അകത്ത് ബിൽഡിങ്ങുകളൊക്കെ ഇങ്ങനെ പണിത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതേ നമ്മൾ നമ്മുടെ ആ ബ്ലോക്കിൻ്റെ ആ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലായിട്ടാണ് കേട്ടോ നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അമേരിക്കയിലെ പുതിയ പുതിയ കാഴ്ചകളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.